നിങ്ങളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സെക്സ് വർക്കറിന്റെ വീട്ടിൽ പോയി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സെക്ഷൽ നീഡ്സിന് വേണ്ടിയിട്ട് പണം കൊടുത്ത് കസ്റ്റമറായിട്ട് പോയതാണ്. പക്ഷെ ഇനി നടക്കില്ല. കാരണം നമ്മുടെ നിയമം സ്ത്രീകളെ ഉൽപ്പന്നമായിട്ടല്ല കാണുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അനാശാസ്യം തടയുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഒരു സ്ത്രീയെയും പുരുഷനെയും പിടിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള ആള് പറഞ്ഞു കോടതിയുടെ അടുത്ത്, ഇത് 2021 ആണ് പേരൂർക്കട പോലീസ് ഇയാളെ പിടിച്ചിരുന്നത്. അന്ന് പേരൂർക്കട രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ മീതെ ഈ 2025 നോക്കണട്ടെ, 2021 കേസിന്റെ വിധി വന്നത് 2025. അപ്പൊ ഈ കേസിന്റെ വിധിയിലാണ് ഹൈക്കോടതി പറഞ്ഞത്, സ്ത്രീകളെ ഉൽപ്പന്നമായിട്ട് ഒരു സെക്ഷൽ ഓബ്ജക്റ്റ് ആയിട്ട് ഇന്ത്യൻ നിയമത്തിന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പ്രേരണ കുറ്റം 51B ആക്ട് പ്രകാരമുള്ള പ്രേരണ കുറ്റം അയാൾക്ക് മേൽ ചുമത്തി കോടതി. അപ്പൊ കോടതി പറഞ്ഞത്, കോടതിയുടെ നോട്ടത്തിൽ അയാൾ ആ സ്ത്രീയെ ലൈംഗികമായിട്ട് പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. തന്റെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ആ സ്ത്രീയിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ലൈംഗിക ബന്ധത്തിനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് കോടതി അയാൾക്ക് മീതെ കുറ്റം ചുമത്തിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഇനി നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സ്ത്രീയുടെ കൂടെ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ പോയിട്ട് അവർക്ക് ഞാൻ പണം കൊടുത്തിട്ടാണ്, ഞാൻ അവരുടെ കസ്റ്റമറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് തടി തപ്പി വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. 8ന്റെ പണി കിട്ടണ്ട, സ്വന്തം പോക്കറ്റിലുള്ള കാശ് മുടക്കിയിട്ട് ഒരു സെക്സ് വർക്കറിന്റെ അടുത്ത് പോകുന്ന എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ.